ഞാനൊരു പോസ്റ്റ് കണ്ടു. അത് എന്നെ വല്ലാതെ ആകർഷിച്ചു. നമ്മുടെ തിരുവനന്തപുരം മേയർ തന്നെയാണ് താരം. അദ്ദേഹം ബിജു പ്രഭാകർ അദ്ദേഹത്തെ വിളിക്കുകയാണ്. എന്നിട്ട് ചോദിക്കുന്നു, സാറേ നമ്മുടെ ആമയിഴഞ്ചാൻ തോട്ടിലെ മാലിന്യം ഉണ്ടല്ലോ, അതെങ്ങനെ നീക്കും? അതിനെന്താണ് ഒരു പോംവഴി? ഒരു മേയർ വിളിച്ചിട്ട് ചോദിക്കുകയാണ്. അപ്പോൾ ഞാനും ഈ പോസ്റ്റ് കണ്ടു. അതെ. അപ്പോൾ ശ്രീ ബിജു പ്രഭാകരൻ പറയാണ്, ഞാൻ അത്ഭുതപ്പെട്ടു പോയി. ആ, ഇത്രയും വർഷത്തെ സർവീസിനിടയ്ക്ക് ഒരു അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ, കളക്ടർ, എല്ലാ തരത്തിലും പ്രിൻസിപ്പൽ സെക്രട്ടറി ഒക്കെ ആയിട്ട് ഇരുന്നിട്ട് ആദ്യമായിട്ടാണ് ഒരു മേയർ വിളിച്ച് എങ്ങനെ ഈ കാര്യം ചെയ്യും സത്യസന്ധമായിട്ട് എന്ന് ചോദിക്കുന്നത്. അദ്ദേഹം പറഞ്ഞ മറുപടി പ്രതിത ഓർക്കുന്നുണ്ടോ? അദ്ദേഹം പറഞ്ഞത്, ഇതൊക്കെ ഒരു പൊന്മുട്ടയിടുന്ന താറാവ് പോലെയാണ്, ഇത് വൃത്തിയാക്കാനും നന്നായിട്ടും വയ്ക്കാൻ ആർക്കും താല്പര്യമില്ല, പിന്നെയും കോടിക്കണക്കിന് രൂപ നമുക്ക് എഴുതിയെടുക്കണമല്ലോ. അതെ. അങ്ങനെ എഴുതിയെടുക്കാനായിട്ട് വേണ്ട, പെർമനൻ്റ് ആയിട്ട് എനിക്കൊരു സൊല്യൂഷൻ വേണം, സ്റ്റഡീഡ് ആയിട്ടുള്ളൊരു അറിവ് എനിക്ക് വേണം, അതെ. എന്തെങ്കിലും പറഞ്ഞത് മാറ്റി വെക്കണ്ട എന്നാണ് ശ്രീ രാജേഷ് പറഞ്ഞതെന്നാണ് പറയുന്നത്. ഇത്ര നല്ലൊരു കാര്യമാണെന്ന് ആലോചിച്ച് നോക്കും. രാജേഷ് ആണെങ്കിൽ പോലും ഒരു പൊളിറ്റീഷ്യൻ എന്ന നിലയിൽ കൈക്കൂലി മേടിക്കാൻ ഒട്ടും താല്പര്യമില്ല എന്നാണ് കാണിക്കുന്നത്. അതിനിടയിൽ ശ്രീ ബിജു പ്രഭാകരൻ്റെ ഒരു പുസ്തകം ഇന്നലെ റിലീസ് ചെയ്തിട്ടുണ്ട്. നാം നമ്മളെ കൊള്ളയടിക്കുമ്പോൾ എന്നാണ് അതിൻ്റെ പുസ്തകത്തിന് തലക്കെട്ട് നമ്മളെ കൊള്ളയടിക്കുമ്പോൾ. ഈ കാശെന്ന് പറയുന്നത് ശ്രീ ബിജു പ്രഭാകരൻ്റെയോ ശ്രീ മേയർ ബ്രോ എന്ന് പറഞ്ഞാൽ ഞാൻ ഉദ്ദേശിച്ചത് നമ്മുടെ രാജേഷിനെ കുറിച്ചാണ്. വീട്ടിൽ നിന്ന് കൊണ്ടുവരുന്നതല്ല. ഞാനും പ്രജിതയും നമ്മുടെ ക്യാമറ കുട്ടിയും എല്ലാവരും കൂടെ ചെയ്തു കൊടുക്കുന്ന, കൃത്യമായി നമ്മൾ ടാക്സ് കൊടുക്കുന്നതാണ് വരുന്നത്. അത് നമ്മളുടെ വീട്ടിലേക്ക് കൊണ്ടുപോകാനല്ല, നമ്മളുടെ കാര്യങ്ങൾ തന്നെ ഭംഗിയായിട്ടും കൃത്യമായിട്ടും നടത്താൻ വേണ്ടിയാണ് നമ്മൾ ടാക്സ് കൊടുക്കുന്നത്. അതിൽ നിന്ന് ഒരു പൈസ എടുത്ത് മേയറിന് അല്ലെങ്കിൽ പബ്ലിക് റെപ്രസെൻറ്റേറ്റീവ്സിന് ഒരു ഓണറേറിയം കൊടുക്കുന്നു, ഉദ്യോഗസ്ഥർക്ക് അവരുടേതായ സാലറി കൊടുക്കുന്നു. ബിജു പ്രഭാകരൻ്റെ പുസ്തകത്തിനെ കുറിച്ച് ഞാൻ അറിഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, നാം നമ്മളെ കൊള്ളയടിക്കുമ്പോൾ എന്ന് പറയുന്നത്, ജനങ്ങൾക്കൊരു കാര്യം നടക്കണമെങ്കിൽ അവർ ഈ ഓഫീസേഴ്സിൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ നമ്മളെ കൊള്ളയടിക്കുക ചെയ്യുന്നത്. നമ്മളെ കൊള്ളയടിക്കും. നമ്മളെല്ലാവരും ഈ ഉദ്യോഗസ്ഥരും കൂടെ ചേർന്നതാണല്ലോ സമൂഹം എന്ന് പറയുന്നത്. സോ ഈ ഉദ്യോഗസ്ഥനും ആവശ്യങ്ങൾ വരാം. ഉദ്യോഗസ്ഥനും ആശുപത്രിയിൽ പോകുമ്പോൾ ഒരു ബെഡിന് വേണ്ടി നോക്കാം, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ വീടിന് സാങ്ഷൻ ആവാൻ വേണ്ടി പോകുമ്പോൾ അതിനും കൈക്കൂലി കൊടുക്കാം. എല്ലാത്തിനും ഒരു കൈക്കൂലി. നമ്മൾ ഇങ്ങനെ പണ്ട് കണ്ടിട്ടുള്ള സിനിമകളുടെ തല തുറന്ന് നിൽക്കുക, എന്നിട്ട് കൈ ഒന്നിങ്ങനെ കാണിക്കുക, അങ്ങനെയൊന്നും അല്ല. ഇപ്പം ഞാൻ എൻ്റെ അമ്മയുടെ തന്നെ കാര്യം പറയുകയാണെങ്കിൽ, അമ്മ ഒരു പുസ്തകം എഴുതിക്കൊണ്ടിരിക്കുകയാണ്. ആ പുസ്തകത്തിൽ ഒരു ചാപ്റ്റർ ഞാൻ വായിച്ചപ്പോൾ അതിൽ അമ്മ എഴുതിയിരിക്കുകയാണ്, അമ്മ ഡയറക്ടർ ഓഫ് ഹെൽത്ത് സർവീസായിട്ട് റിട്ടയർ ചെയ്തത്. അമ്മ വന്നപ്പോൾ സർവീസിൽ DHS ആയിട്ട് കയറിയപ്പോൾ കമ്പനിയുടെ ആൾക്കാർ വന്ന് ഓഫീസേഴ്സിനോട് അല്ലെങ്കിൽ അവിടുത്തെ സ്റ്റാഫിനോട് ചോദിക്കും, ഈ സ്ത്രീ എന്നാണ് റിട്ടയറായി പോണതെന്ന്. അമ്മ റിട്ടയറായ അന്ന് ഭയങ്കര കരച്ചിൽ, കുറേ പേരെ കരച്ചിൽ. ഞാനും പോയിരുന്നു. ഞാൻ ചോദിച്ചു, അമ്മ ഇവർക്കൊക്കെ ഭയങ്കര സങ്കടമായിരുന്നല്ലോ അമ്മ പോണേന്. അമ്മ അത്രയ്ക്ക് വളരെ പോപ്പുലറായിരുന്നു. അല്ല മോളെ, ഞാൻ പോകുന്നതിൻ്റെ സന്തോഷമാണ്, ഇനി പഴയ പോലെ കൈക്കൂലി മേടിക്കാമല്ലോ. അപ്പോൾ ആ പുസ്തകത്തിൽ അമ്മ എഴുതിയിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഡിലിജൻ്റ് ആയിട്ടിരിക്കുക. നമ്മൾ കൈ കൊടുത്തിട്ടല്ലേ മേടിക്കുന്നത്, കാശ് കൊടുക്കാൻ ചെന്നുകൊണ്ടല്ലേ മേടിക്കുന്നത്. അതിനർത്ഥം ഒന്നില്ലെങ്കിൽ ഇവർക്ക് അനധികൃതമായ എന്തോ, നിയമത്തിന് അതീതമായ എന്തോ കാര്യം നടത്താനുണ്ട്, അല്ലെങ്കിൽ പെട്ടെന്ന് ഫയലുകൾക്ക് മുകളിൽ തൻ്റെ ഫയൽ കയറി വേണം. അതിന് പ്യൂണിന് വെച്ചാൽ ഫയൽ കൊണ്ട് വയ്ക്കണമല്ലോ. അതിന് പണ്ടൊക്കെ അങ്ങനെയായിരുന്നു, ഇപ്പോഴാണല്ലോ എല്ലാം കമ്പ്യൂട്ടറൈസ്ഡ് ആയിട്ടുള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ കൈക്കൂലി കൊടുക്കുന്നത്. അല്ലെങ്കിൽ എന്തിന് കൈക്കൂലി കൊടുക്കണം? ഞാൻ കൈക്കൂലി കൊടുക്കില്ല എന്ന് നമ്മളെല്ലാവരും തീരുമാനിച്ചാൽ ഈ കൈക്കൂലി മേടിക്കാൻ പറ്റുമോ? അവർക്ക് ജോലി ചെയ്യാണ്ടിരിക്കാൻ പറ്റുമോ? അപ്പോൾ ഒരാൾ മറ്റേയാളെ തള്ളാൻ, നമ്മൾ രണ്ടും ഒരേ കാര്യത്തിന് വേണ്ടി, അല്ലെങ്കിൽ ഇപ്പോൾ താങ്കളൊരു വീട് വയ്ക്കുന്നു, ഞാനൊരു വീട് വയ്ക്കുന്നു, നമ്മൾ രണ്ടിനും അവിടെ ചെല്ലുമ്പോൾ എനിക്ക് നിങ്ങളുടെക്കാളും മുമ്പ് എൻ്റെ സാങ്ഷൻ കിട്ടാൻ വേണ്ടി, അല്ലെങ്കിൽ 2 ദിവസം മുമ്പ് കിട്ടാൻ വേണ്ടി ഞാൻ പറയും, ഞാനൊരു 10,000 രൂപ തരാട്ടോ, 10-15,000 രൂപ തരാട്ടോ, അപ്പോൾ അതിലേക്ക് അത്രയും കൊടുക്കാം, അല്ലെങ്കിൽ നേരെ മറിച്ചിട്ടും. അങ്ങനെ ആകുമ്പോഴല്ലേ കൈക്കൂലിയുടെ പ്രശ്നം വരുന്നുള്ളൂ. എനിക്ക് കിട്ടുമ്പോൾ മതി, ഞാൻ കൃത്യമായിട്ടാണ് കൊടുത്തിരിക്കുന്നത്, 1 സെൻറ്റിമീറ്റർ പോലും എൻ്റെ കെട്ടിടത്തിന് വയലേഷൻ ഇല്ല എന്ന് പറയുകയാണെങ്കിൽ എന്തിന് കൈക്കൂലി കൊടുക്കണം? അങ്ങനെ കൈക്കൂലി കൊടുക്കുകയാണെങ്കിൽ അതിനുള്ള നിയമവ്യവസ്ഥകളുണ്ട്. കോടതികളിൽ പോകാം, അല്ലെങ്കിൽ ആൻറ്റി കറപ്ഷൻ ഏജൻസി അറിയിക്കാം, എന്തൊക്കെ കാര്യം ചെയ്യാം. അപ്പം നമ്മൾ തന്നെയല്ലേ നമ്മളുടെ കാര്യങ്ങൾ, സത്യമല്ലാത്ത കാര്യങ്ങൾ നടന്നു കിട്ടുവാനും അല്ലെങ്കിൽ പെട്ടെന്ന് നടന്നു കിട്ടുവാനും വേണ്ടിയിട്ട് ഉദ്യോഗസ്ഥർക്ക് കൈക്കൂലി കൊടുക്കുന്നത്. പിന്നീട് അതൊരു വളമായി. എൻ്റെ തന്നെ ഒരു കാര്യം പറയാം. ഞാൻ പണ്ട് ബിസിനസ് ചെയ്തിരുന്ന സമയത്ത് ഒരു ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഒരു വർക്ക് ചെയ്തു. 4 ലക്ഷം രൂപയോളം ഒറ്റയായിരുന്നു. അപ്പോൾ ആ ഓഫീസർ ചെക്ക് എൻ്റെ അടുത്ത് ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുക. എനിക്ക് പേരിൽ എഴുതിയിരിക്കുന്ന ചെക്ക്, അത് ഇതിന് ഇത്രയും രൂപയൊന്നും ആവില്ലല്ലോ, നിങ്ങൾക്ക് ഇത്രയും രൂപ കിട്ടില്ല, ഇതൊരു ടെൻഡർ ആയിരുന്നല്ലോ.
ടെൻഡറിൽ എങ്ങനെയാണ് ലോവസ്റ്റ് ടെൻഡർ കൊട്ടേഷൻ വന്നിട്ട് എനിക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിലെന്തിനാണ് പിന്നെ നിങ്ങൾ അതിൽ ഇടപെടേണ്ട ആവശ്യമില്ലല്ലോ. അല്ല, ഇതിപ്പോൾ എറണാകുളത്തു നിന്നല്ലേ വരുന്നത്, തിരുവനന്തപുരത്താണ് നിൽക്കുന്നത്, ഇവിടെ വന്ന് പോകാനൊക്കെ ചിലവുണ്ടല്ലോ. ഈ ചെക്ക് ഇട്ട് എനിക്കപ്പോൾ മനസ്സിലായി, ഞാൻ എസ് മേൻ്റെ മകളാണ്, ഡോക്ടർ വിജയലക്ഷ്മിയുടെ മകളാണ്. ചെക്ക് അവിടെ ഇരുന്നോട്ടെ, നിങ്ങൾക്ക് എപ്പോഴെങ്കിലും നിങ്ങളുടെ ആ ത്വര അടങ്ങുമല്ലോ, എനിക്കിപ്പോൾ അത്യാവശ്യമൊന്നുമില്ല, നിങ്ങളുടെ കയ്യിൽ തന്നെ വെച്ചോളൂ, അവർക്ക് എന്തായാലും മാറ്റാൻ പറ്റില്ലല്ലോ, എൻ്റെ പേരിലുള്ള ചെക്കാണ്. അങ്ങനെ 3-4 പ്രാവശ്യം വാശിക്ക് തന്നെ ഞാൻ പോയിട്ട് ഹയർ ഓഫീസേഴ്സിനകത്ത് കംപ്ലൈൻറ്റ് കൊടുത്ത് തരേണ്ടി വന്നു. ചെക്ക് എടുത്ത് തന്നെ വീശി കാണിക്കുക. അപ്പോൾ ഒരു കോൺട്രാക്ടറായ എന്നെ എന്തെങ്കിലും കിട്ടാൻ വേണ്ടിയിട്ട് പലതും പറയുമ്പോൾ ഇത്രയും ദൂരം വരണമല്ലോ, ഞാൻ ഇത് പറ്റൂല എന്ന് വിചാരിച്ച് അങ്ങനെ പോയിക്കൊണ്ടിരുന്നു. പക്ഷേ എന്തിനാ, എന്തെങ്കിലും കിട്ടട്ടെ എന്ന് പറഞ്ഞ് കൊടുക്കാൻ ആൾക്കാരുണ്ടാകും. അതെ, അതിനാണ് നിങ്ങളുടെ ചെക്ക് റെഡിയാണെന്ന് പറഞ്ഞ് ഇങ്ങനെ ആട്ടിക്കൊണ്ട് വിശറി പോലെ ആട്ടിക്കൊണ്ടിരിക്കുക എൻ്റെ ചെക്കിട്ട്. അപ്പോൾ ഇതിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇദ്ദേഹം ബിജു പ്രഭാകരൻ വലിയ സീനിയർ IAS ഓഫീസറായിരുന്നു. അദ്ദേഹം ആരെയും എടുത്ത് പറഞ്ഞിട്ടില്ല. ഏത് മിനിസ്ട്രി വന്നാലും അത് UDF ആവട്ടെ LDF ആവട്ടെ, കാര്യങ്ങൾ നടന്നു പോകണമെങ്കിൽ എന്തെങ്കിലും സംതിങ് കൊടുക്കണം. അത് മന്ത്രി മുതൽ താഴെയുള്ള പ്യൂൺ വരെ, മന്ത്രിയുടെ ഡ്രൈവർ ഉൾപ്പെടെ, മന്ത്രിയുടെ PA ഉൾപ്പെടെ, മന്ത്രിയുടെ ഡഫേദാർ എന്നൊക്കെ പറയും, പണ്ട് ഈ ഹാഫ് ഡോസ് ഉണ്ട് തുറക്കാനും അടയ്ക്കാനും നിൽക്കുന്ന ആൾക്കാർ, അവർക്ക് വരെ നമ്മൾ കൈമടക്ക് കൊടുത്തിട്ടാണ് നമുക്ക് ആ മുഖദർശനം ഒന്ന് കിട്ടുക. നമ്മൾ എവിടെന്നെങ്കിലും വരുന്ന ആൾക്കാരായിരിക്കും, ധാരാളം പേര് ക്യൂവിലിരിക്കണമായിരിക്കും. കണ്ണൂരിൽ നിന്ന് വരുന്ന ആൾക്ക് തിരുവനന്തപുരത്ത് എത്ര നേരം ഇരിക്കാൻ പറ്റും, ട്രെയിനിലാണെങ്കിൽ പോലും. അപ്പം നമ്മുടെ സീറ്റ് മുമ്പോട്ട് കയറി വരണമെങ്കിൽ ആ എന്താണ് ഡോറിൽ നിൽക്കുന്ന ആൾക്കും നമ്മൾ ചേട്ടാ എനിക്കൊന്ന് കേട്ടു, അത്യാവശ്യമാണ് ചേട്ടാ, ഇവിടെ നിന്ന് കണ്ണൂരിൽ നിന്ന് വന്നിരിക്കുക, അപ്പോൾ എന്ന് പറയുമ്പോഴേക്കും നമ്മൾ വേഗം എടുത്ത് 1000 രൂപ, പണ്ടൊക്കെ അത് 10 രൂപ 5 രൂപയൊക്കെ ആയിരുന്നു. പോകെ അത് കാലഘട്ടം പോകെ അത് മുന്നോട്ട് പോയി. നമ്മുടെ രാജീവ് ഗാന്ധി അധികാരത്തിൽ വന്ന ഉടനെ ബീഹാറിലാണ് നടന്നതെന്ന് തോന്നുന്നു, ഒരു വലിയ പൊതുസമ്മേളനത്തിൽ ലക്ഷക്കണക്കിന് ആൾക്കാർ പങ്കെടുത്ത ഒരു സമ്മേളനത്തിൽ അദ്ദേഹം പറയുകയുണ്ടായി, നമ്മൾ 100 രൂപ ചിലവാക്കുന്നുണ്ടെങ്കിൽ 17 രൂപ എൻ്റെ യൂസിന് വരുന്നുള്ളൂ, ബാക്കിയുള്ളത് മുഴുവൻ ഗ്രീസ് ചെയ്ത് പോവുകയാണ്, 83 രൂപ. അപ്പം അദ്ദേഹം ശ്രീമതി ഗാന്ധിയുടെ മരണത്തെ തുടർന്ന് മൃഗീയമായ ഭൂരിപക്ഷത്തിൽ 400 പരം സീറ്റുകളുടെ ഭൂരിപക്ഷത്തിൽ ഭരിക്കുകയാണ്. അദ്ദേഹത്തിന് പോലും ഇങ്ങനെ അറിയാമെങ്കിലും ഒരു ആക്ഷൻ എടുക്കാൻ പറ്റിയിട്ടില്ല. ഇങ്ങനെ ഒരു ആക്ഷൻ കൊണ്ടുവന്ന് വളരെ സ്ട്രിഞ്ചൻ്റ് ആയിട്ട് നിയമം കൊണ്ടുവന്ന് അദ്ദേഹത്തിന് അന്ന് നടപ്പാക്കാമായിരുന്നു. പക്ഷെ എന്തുകൊണ്ട് അദ്ദേഹം ചെയ്തില്ല? കാരണം അദ്ദേഹത്തിനും ഇതിൻ്റെ ആവശ്യം ഉണ്ടായിരിക്കും. നമ്മൾ എത്രയോ കേട്ടിരിക്കുന്നു, എന്ത് റഫാൽ ഇടപാട്, അങ്ങനെയുള്ള ധാരാളം കാര്യങ്ങൾ, അഴിമതികൾ നമ്മൾ കേട്ടിട്ടില്ലേ. അപ്പോൾ അതിൽ നിന്നൊക്കെയുള്ള പൈസകൾ ഈവൻ ഇപ്പോൾ എന്താണ് ശ്രീമതി ഗാന്ധിയുടെയും സോണിയാഗാന്ധിയുടെയും രാഹുലിൻ്റെയൊക്കെ പേരിൽ എന്തുമാത്രം കേസുകൾ നടക്കുന്നുണ്ട്. എന്താണ് പ്രിയങ്ക വധേരയുടെ ഭർത്താവ് വാധേരയുടെ പേരിൽ എന്തുമാത്രം കേസുകൾ നടക്കുന്നുണ്ട്. ഇതൊക്കെ എന്തുകൊണ്ട് മൂടി വയ്ക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറയാം, അല്ലെങ്കിൽ എന്തുകൊണ്ട് ഒരു പൈസ മേടിക്കുന്നു എന്ന് പറയുകയാണെങ്കിൽ ഇവർക്കാർക്കും ഒരു പെൻഷനബിൾ ജോബില്ല. ബിജു പ്രഭാകരൻ പറയുന്നുണ്ട്, ഇത് കണ്ടിട്ട് നിങ്ങൾ ആരും വിചാരിക്കേണ്ട ഞാൻ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയിലേക്ക് പോകാൻ വേണ്ടിയിട്ട് മറ്റേ രാഷ്ട്രീയ പാർട്ടിയെ ഇടിച്ചു താഴ്ത്തുകയല്ല എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അദ്ദേഹത്തിന് പെൻഷൻ ഉണ്ടെന്നേ, അത് വെച്ച് എനിക്ക് ജീവിക്കാൻ അറിയാമെന്ന്. അപ്പോൾ പെൻഷനില്ലാത്ത ആളുകൾ അവരുടെ വാർദ്ധക്യത്തിലേക്ക് പോകുമ്പോൾ ഒരു സമയം വരുമല്ലോ നമുക്ക് ആക്റ്റീവായിട്ടിരിക്കാൻ പറ്റാത്ത, അതിന് വേണ്ടിയിട്ട് ഇപ്പോഴേ കാശുണ്ടാക്കി വയ്ക്കുകയാണ് തലമുറകൾക്ക് വേണ്ടിയിട്ട്. എന്താ പ്രചരിച്ചു? അതേസമയം അതേപോലെ തന്നെയല്ലേ ആമയിഴഞ്ചാൻ തോട് എന്ന് പറയുമ്പോൾ നമ്മുടെയൊക്കെ നെഞ്ചൊന്ന് മരവിച്ച് പോകുന്നുണ്ട്. കാരണം ജോയി അതിൽ വീണ് മരിച്ച് പിന്നെ ആര്യക്കുട്ടിയുടെ കണ്ണീരും ഒക്കെ കണ്ടതാണ്. അപ്പോൾ ആ തോട് ശുദ്ധീകരിക്കണം എന്നുള്ള ഒരു ആവശ്യം അങ്ങോട്ടേക്ക് ഒരു ഓഫീസറെ വിളിച്ച് ചോദിക്കുകയാണ് ഒരു മേയർ. ഇത്രയും വർഷം അവിടെ ഇവർ ഭരിച്ചു, CPM ഭരിച്ചു, എന്നിട്ട് ഒരു നടപടി എടുക്കാൻ കഴിഞ്ഞില്ല. ഏറ്റവും ഒടുവിൽ ഒരാളുടെ ജീവൻ അവിടെ പൊലിഞ്ഞു. ആ ജീവനും ആര്യക്കുഞ്ഞ് എന്ത് ചെയ്തു? 2-3 ദിവസം തോടിൽ വീണ് കിടന്ന ഒരാൾ ജീവനോടെ പുറത്തു വരുമെന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു ആര്യയുടെ കരച്ചില്. ആ കരച്ചില് നമുക്ക് മറക്കാൻ കഴിയില്ല. കാരണം അത് കാപട്യമാണ് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ ഈ പറയുന്ന ഒരു പ്രാപ്തിയുള്ള മേയർ വന്നപ്പോൾ ഒരു മാന്ത്രിക വടി വെച്ച് വീശിയാലൊന്നും ഇത് നേരെയാവില്ല. ഇതിന് പുറകെ ധാരാളം അധ്വാനമുണ്ട്, ധാരാളം പേരുടെ സത്യസന്ധമായ പെരുമാറ്റമുണ്ട്. ഞാനൊരു കൗൺസിലറായിരുന്നു. നമ്മുടെ എറണാകുളത്ത് കൂടെ പോകുന്ന തേവര പേരണ്ടൂർ കനാൽ 8-9 കിലോമീറ്ററോളം ഈ എറണാകുളം സിറ്റിയുടെ ഒരറ്റത്തു നിന്ന് മറ്റേ അറ്റം വരെ പോകുന്ന
പോകുന്നതാണ്. നേരത്തെ പറഞ്ഞ പൊന്മുട്ടയിടുന്ന താറാവാണ്. അതൊന്ന് കോരി വൃത്തിയാക്കാനായിട്ട് എത്ര കോടി രൂപയാണ് വകയിരുത്തുന്നതെന്ന് അറിയാമോ? പിന്നെ ഒരു കോരി വൃത്തിയാക്കിയാൽ 6 മാസത്തിനുള്ളിൽ ഇതെങ്ങനെ ചീത്തയാകുന്നു? അപ്പം അത് നന്നായിട്ട് നമ്മൾ നിലനിർത്തുന്നില്ല എന്നല്ലേ. ഈ ശ്രീധരൻ്റെ നേതൃത്വത്തിൽ KMRL ഒന്ന് ക്ലീൻ ചെയ്തു. 4-5 കൊല്ലത്തേക്ക് ഞങ്ങൾക്ക് ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. അപ്പോൾ ക്ലീൻ ചെയ്യാൻ അറിയുന്ന ആളുകൾ ക്ലീൻ ചെയ്യേണ്ട വിധത്തിൽ ചെയ്യുകയാണെങ്കിൽ ഒരു പ്രശ്നവും ഉണ്ടാവുകയില്ല എന്നും കൂടി ഞങ്ങൾക്ക് മനസ്സിലായി. ഈ തോടിൻ്റെ തീരത്ത് പനമ്പള്ളിയിൽ നാട് താമസിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. ഞങ്ങളുടെ കക്കൂസിലേക്കൊക്കെ വെയിലേറ്റ സമയത്ത് മലിനജലം കയറി വരും. അപ്പം ഇതും എവിടെ എത്ര പേര് ഭരിച്ചു? നമ്മുടെ മിസ്റ്റർ മേയർ, അതായത് സത്യസന്ധതയുടെ അവതാര പുരുഷനാണെന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന ശ്രീ അഡ്വക്കേറ്റ് അനിൽകുമാർ വരെ 5 കൊല്ലം മേയറായിട്ടുണ്ട്. ഞങ്ങൾ വെച്ച് എന്തെങ്കിലുമൊക്കെ സംഭവിക്കുമായിരിക്കും എന്ന് വെച്ചാൽ ഒന്നും സംഭവിച്ചില്ല. പിന്നെയും ഇങ്ങനെ വേസ്റ്റ് കോരി കനാലിൻ്റെ ഉള്ളിൽ തന്നെ സൈഡിലേക്ക് വയ്ക്കും, അപ്പുറത്തെ സൈഡിലേക്കും വയ്ക്കും. ഒരു മഴയത്തോ അല്ലെങ്കിൽ വെയിലത്തോ ആണെങ്കിൽ തിരിച്ചതിലേക്ക് തന്നെ വീഴുന്നത്. 4, 5, 6 മാസം നീണ്ടു നിൽക്കുന്ന ഒരു സന്തോഷം. ഇപ്പം വേറൊരു കേസ്, ഇന്നലെ ഞാൻ കണ്ട ഒരു കേസാണ്. ബി അശോക് എന്ന് പറഞ്ഞ ഡോക്ടർ ബി അശോക്. അദ്ദേഹത്തിനെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നു. കാരണം അദ്ദേഹം സത്യം പറയുന്നു. ഇത് നോക്കൂ, കള്ളം പറഞ്ഞാൽ സസ്പെൻഡ് ചെയ്യുന്നത് നമ്മൾ കേൾക്കാം, സത്യം പറഞ്ഞതിനെ സസ്പെൻഡ് ചെയ്യുന്നത് ഞാൻ ആദ്യമായിട്ട് കേൾക്കുകയാണ്. അദ്ദേഹം ഓഫീസിലിരിക്കുമ്പോൾ ഈ മന്ത്രിസഭയ്ക്കും അല്ലെങ്കിൽ LDFനും അനുകൂലമല്ലാത്ത വിധത്തിൽ സംസാരിക്കുന്നു. എന്താ ചെയ്യാൻ പറ്റും? അദ്ദേഹം പറയുന്ന ഒരാളില്ലാണ്ട് എല്ലാവരും തന്നെ സത്യസന്ധമായിട്ട് പെരുമാറുന്നില്ല. അതേ മാന്യമായിട്ട് നമുക്ക് പറയാൻ പറ്റുള്ളൂ. അതുകൊണ്ട് അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്തു. അദ്ദേഹം നമ്മുടെ അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലർ കൂടിയാണ്. ഇവർക്ക് എന്ത് കാര്യം? അതാണ് അദ്ദേഹം ചോദിക്കുന്നത്. ഈ 4 ദിവസമേ ഉള്ളൂ കയ്യിൽ ഭരണം, അതിനിടയ്ക്ക് പോണ പോക്കിനെന്നാൽ കിടക്കട്ടെ. ഞങ്ങളെപ്പറ്റി ചീത്തയായി പറയുന്ന ആരും, തെറ്റായിട്ടുള്ള കാര്യങ്ങൾ, തെറ്റായിട്ടെന്ന് പറഞ്ഞാൽ ഇവർ ചെയ്യുന്ന തെറ്റുകൾ ചൂണ്ടിക്കാണിക്കുന്ന ആരും തന്നെ അധികാര സ്ഥാനങ്ങളിൽ വേണ്ട. കാരണം ഇവർ പോയി കഴിഞ്ഞാൽ പിന്നെ സസ്പെൻഡ് ചെയ്യാൻ പറ്റില്ലല്ലോ. ഇദ്ദേഹം പറഞ്ഞത് സത്യമല്ലേ. അപ്പോൾ ഇങ്ങനെയാണ് ഇവരുടെ ആറ്റിറ്റ്യൂഡ്. ബി അശോകൻ ചെയ്ത തെറ്റെന്താണ്? അദ്ദേഹം മീഡിയയിൽ വന്ന് സംസാരിക്കുന്നത് ഇവരുടെ അനുവാദമില്ലാണ്. അത് ശരിയാണ്. ഒരു ഗവൺമെൻറ് ഓഫീസർ വന്ന് സംസാരിക്കണമെങ്കിൽ നമ്മൾ നേരത്തെ തന്നെ ആ കൺസേൺ മിനിസ്റ്ററുടെ അല്ലെങ്കിൽ കൺസേൺ ഗവൺമെൻറ്റിൻ്റെയും സാങ്ഷൻ മേടിക്കണം എന്നുള്ളത് സത്യമായ കാര്യം തന്നെയാണ്. പക്ഷെ അദ്ദേഹം പറയുന്നതെല്ലാം സത്യമല്ല. ഒന്ന് ആലോചിച്ച് നോക്കിക്കൂടെ, ഇദ്ദേഹം എന്ത് തെറ്റാണ് പറയുന്നത്? അദ്ദേഹത്തിന് പറയാൻ പറ്റുന്ന പോലെ പറയുന്നു. റിട്ടയർ ചെയ്ത് വന്നതിന് ശേഷം നമ്മൾ ഇങ്ങനെയായിരുന്നു അങ്ങനെയായിരുന്നു എന്ന് പറയുന്നതിൽ കാര്യമില്ലല്ലോ. ഇരിക്കുമ്പോൾ തന്നെ ഗവൺമെൻറ്റിനോട് പറഞ്ഞിട്ടുണ്ടാവും, ആസ് എൻ ഓഫീസർ അദ്ദേഹം എഴുതി കൊടുത്തിട്ടുണ്ടാവും. അതൊന്നും കേൾക്കാണ്ട് അദ്ദേഹം പിന്നെ നാച്ചുറലി പുറത്തു വന്ന് പറഞ്ഞു. അപ്പം ഗവൺമെൻറ് ചെയ്യാന്നുള്ള സസ്പെൻഡ് ചെയ്യാണ്. എല്ലാത്തിനും 2 വശമുണ്ട്. നമ്മൾ അങ്ങനെയും കൂടെ ചിന്തിക്കണമല്ലോ. അദ്ദേഹം ചെയ്ത തെറ്റ് ഗവൺമെൻറ്റിൻ്റെ സാങ്ഷനില്ലാണ്ട് മീഡിയയിൽ വന്ന് സംസാരിച്ചത് ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ്. അതിനവർക്ക് കൊടുക്കാൻ പറ്റുന്ന പണിയെന്ന് പറഞ്ഞാൽ സസ്പെൻഡ് ചെയ്യാണ്. 2 പേരുടെയും ഭാഗത്ത് തെറ്റുണ്ടോ എന്ന് ചോദിച്ചാൽ തെറ്റില്ല എന്ന് തന്നെ പറയണം. പക്ഷേ ഒരു സത്യസന്ധനായ ഓഫീസറിന് വേറെ എന്താണ് നിവൃത്തി? രാജിവെച്ച് പോകാൻ പറ്റില്ല. ഇനിയും അദ്ദേഹത്തിന് വർഷങ്ങളുടെ സർവീസ് കിടക്കുന്ന സാഹചര്യത്തിൽ അദ്ദേഹം പറയാവുന്നിടത്തൊക്കെ പറഞ്ഞ് പൊറുതി കെട്ടിയിട്ടായിരിക്കും പൊതുജനത്തിനെ അഡ്രസ്സ്. ഇതാണ് നടക്കുന്നത് കൂട്ടരെ, നിങ്ങൾ കൊടുക്കുന്ന പൈസ ഇവിടെ എങ്ങനെയാണ് വിനിയോഗിക്കുന്നത്? നിങ്ങൾ അനാവശ്യമായി പൈസ കൊടുക്കല്ലേ, നമ്മളെ തന്നെ കൈക്കൂലിക്കാരായി മാറ്റരുതേ. നമ്മളുടെ കുട്ടികളൊക്കെ പുറത്തുപോയി താമസിക്കുന്നത് പല രാജ്യങ്ങളും കൈക്കൂലി ഇല്ല കേട്ടോ, അവിടെയും കാര്യങ്ങൾ നടക്കുന്നുണ്ട്. മന്ത്രിമാരൊന്നും എയർ കണ്ടീഷൻഡ് വലിയ വലിയ വിലയുള്ള കാറുകളിൽ പോകുന്നില്ല, സൈക്കിൾ ഓടിച്ചും സ്കൂട്ടർ ഓടിച്ചും ബൈക്കിലും നടന്നും ഒക്കെയാണ് അവർ വരുന്നത്. അതിവർ വന്ന് പറയുന്നുണ്ടല്ലോ, അവിടുത്തെ മന്ത്രി സൈക്കിളിൽ പോകുന്നത് കണ്ടു, ഇവർക്ക് സൈക്കിൾ ഓടിച്ചൂടെ? ഇവർ ഹർത്താലിൻ്റെന്ന് വല്ലവരുടെയും പുറകിൽ കയറിയിരുന്ന് പോകുന്നുണ്ട്. എന്നാൽ ഇപ്പം കഴിഞ്ഞ ഹർത്താലിൽ വരെ എത്രമാത്രം ദ്രോഹിച്ചിരിക്കുന്നു. സ്കൂട്ടറിൻ്റെ പുറകിൽ പോലും പോകാൻ പറ്റുന്നില്ല. അപ്പം നിയമത്തിൻ്റെ വഴിക്ക് പോലും ഇവർ വിടുന്നില്ല. ഇവർക്ക് സ്കൂട്ടറിൽ പോകാം ഹർത്താലിൻ്റെന്ന്. പൊതുജനങ്ങൾ പ്രജിതയോ ഞാനോ സ്കൂട്ടർ എടുത്തിറങ്ങിയാൽ നമ്മളെ അവിടെ തടയും. അപ്പം നിയമത്തിൻ്റെ കാര്യത്തിൽ പോകണമെങ്കിൽ ഇതുപോലെ നിയമങ്ങൾ ഹാൻഡിൽ ചെയ്തിരുന്ന ആളുകൾ അവർ വന്ന് പറയുമ്പോഴേ നമുക്ക് മനസ്സിലാവുള്ളൂ. നമ്മൾ അറിയുന്നില്ല എന്താണ് ശരിക്കും ആ അടച്ചിട്ട മുറിയിൽ ഫയലുകളിൽ ഓരോ ജീവിതമാണെന്ന് പറഞ്ഞ മുഖ്യമന്ത്രി ആ ഫയലുകൾ എഴുതുന്ന ഉദ്യോഗസ്ഥന്മാർക്ക് എത്രമാത്രം കഠിനമായ ഒരു ജോലി സാഹചര്യമാണ് കൊടുക്കുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. അദ്ദേഹം പുറത്ത് വന്ന് പറയുന്നത് നമ്മൾ കേൾക്കുന്നുള്ളൂ. ഉള്ളിൽ ശീതീകരിച്ച മുറിയുടെ ഉള്ളിൽ വീർപ്പ് മുട്ടിയിരിക്കുന്ന ഉദ്യോഗസ്ഥരെ നമ്മൾ കാണുന്നില്ല. ഇതുപോലുള്ള പുസ്തകങ്ങൾ വരട്ടെ ബിജു പ്രഭാകരൻ്റെ, അതിൽ നിന്ന് അതിൻ്റെ ഒരു സത്ത ഉൾക്കൊണ്ടുകൊണ്ട് ഉദ്യോഗസ്ഥർ പ്രവർത്തിക്കട്ടെ. പൊതുജനങ്ങളും അതിൻ്റെ സത്ത ഉൾക്കൊള്ളട്ടെ. നമ്മളെ കൊള്ളയടിക്കാതിരിക്കട്ടെ. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഞങ്ങൾ ഇന്ത്യ ലൈവ് പതിവ് പോലെ നമ്മൾ പറയുകയാണ്. മാധ്യമങ്ങളിൽ
വരാത്ത, മറ്റു മാധ്യമങ്ങൾ പറയാത്ത വാർത്തകളാണ് നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവരുന്നത്. ഇത് പറയാൻ ഞങ്ങൾക്ക് പ്രേരണയും ശക്തിയും നിങ്ങളാണ്. നിങ്ങൾ ഞങ്ങളുടെ കൂടെ ഉണ്ടാവണം. ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. നമുക്കൊരു ചാനൽ കൂടിയുണ്ട്, C4N, C4N മലയാളം. നമ്മൾ ഈ തെരഞ്ഞെടുപ്പൊക്കെ ആയതുകൊണ്ട് കൂടുതൽ വാർത്തകൾ നമ്മുടെ ഈ പ്ലാറ്റ്ഫോമിൽ തന്നെ കൊടുക്കാൻ കഴിയാത്തതുകൊണ്ടാണ് C4Nൽ പുതിയ വാർത്തകൾ കൊടുക്കുന്നത്. അപ്പോൾ ആ ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ഇന്ത്യ ലൈവ് ഉറപ്പായിട്ടും ചെയ്യണം. C4N കൂടെ, C4N, C എന്ന് പറഞ്ഞാൽ ക്രെഡിബിൾ, ഫോർ എൻ നേഷൻ, രാജ്യം. നമ്മുടെ രാജ്യത്തിന് വേണ്ടിയാണ്. രാജ്യം വിട്ട് ഒരു കാര്യവും ഇന്ത്യ ലൈവിനില്ല. അതുകൊണ്ട് ഞങ്ങളുടെ കൂടെ ഉണ്ടാവണം എന്നുകൂടി അഭ്യർത്ഥിക്കുന്നു.